നീറ്റ് PSC പരീക്ഷകളിൽ സർക്കാരുകളുടെ ഒത്താശയോടെ നടന്ന ക്രമക്കേടുകൾ രാജ്യത്തെ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ സ്പീക്കർ VM സുധീരൻ അഭിപ്രായപ്പെട്ടു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ ഈ കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് പകരം പ്രതിഷേധമുയർത്തുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് മോദി സർക്കാർ അടിച്ചമർത്തുകയാണ്. ഇതിനെതിരെ ഡൽഹിയിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച യുവജനങ്ങൾ നാടിന് അഭിമാനമാണ്. പ്രക്ഷോഭം മൂലം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏറ്റെടുക്കണം. കേരളത്തിൽ PSC പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകൾ തൊഴിലന്വേഷകരായ യുവതയുടെ പ്രതീക്ഷകളെ അട്ടിമറിക്കുന്നതാണ്. UDF സർക്കാർ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുന്നത് ആശാവഹമാണ്. യുവാക്കളെയും യുവതികളെയും വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ പോരാട്ടം തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പ് നടത്തുന്നു. അതോടൊപ്പം മദ്യവ്യാപനം തടയാനും സർക്കാർ മുൻകൈയെടുക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. മതേതര കേരളത്തിന്റെ ജീവനാഡിയായിരുന്നു ശിഹാബ് തങ്ങൾ. ചരിത്രം പഠിക്കുന്ന ഭാവി തലമുറയ്ക്ക് ശിഹാബ് തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്നും VM സുധീരൻ അനുസ്മരിച്ചു. ചടങ്ങിൽ ഫസലുദ്ദീൻ ഖമറിന് ശിഹാബ് തങ്ങൾ സ്മാരക എക്സലൻസി പുരസ്കാരവും ഡോക്ടർ സജ്ന മുഹമ്മദ് അലിക്ക് ശിഹാബ് തങ്ങൾ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരവും നൽകി ആദരിച്ചു. ചടങ്ങിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. PK ഷാഹുൽ ഹമീദ്, കരീം പന്നിത്തടം, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, PA ഷൗക്കത്തലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MS ഭാസ്കരൻ, PS സുൽഫിക്കർ, സഹിദ സിറാജ്, റഹ്മത്ത് ഷമീർ, VU മുഹമ്മദ് ഹനീഫ, AH നാസർ, നിഷ ഇക്ബാൽ, VK നാസർ എന്നിവർ പ്രസംഗിച്ചു. PM അബ്ദുൽ ജബ്ബാർ സ്വാഗതവും ബഷീർ സയ്യിദ് ഇടശ്ശേരി നന്ദിയും പറഞ്ഞു. ബാധിക്കുന്ന വിദ്യാഭ്യാസം, അവർ പങ്കാളിയാകുന്ന പരീക്ഷകൾ, അതിന്റെ നടത്തിപ്പ് വളരെ മോശമായ രീതിയിൽ ചോദ്യപേപ്പർ ചൂലുക, ചോദ്യങ്ങൾ ചൂലുക, ആ പരീക്ഷയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന അവസ്ഥ എന്തിനേറെ വിദ്യാർത്ഥി സമൂഹത്തെ തീർത്തും നിരാശരാക്കുന്ന രീതിയിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടായ ദുരന്തം ഈ രാജ്യത്തെ സ്വതന്ത്ര ഭാരതം അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണെന്ന് സംശയമില്ല. പക്ഷെ അതിനെതിരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഗുണക്കുട്ടികളായ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം തന്നെ ചലിച്ചു, പ്രതികരിച്ചു. നമ്മുടെ ജനാധിപത്യ മതേതര ശക്തികൾ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായി അതിനെ പിന്തുണച്ചു. എല്ലാവരും ചില കക്ഷികൾ ഒഴികെ ബാക്കി ജനാധിപത്യത്തെ, മതേതരത്വത്തെ ഉൾക്കൊള്ളുന്നു, തെറ്റുകൾ തിരുത്തണം എന്നാവശ്യപ്പെടുന്ന രാജ്യത്തെ മുഴുവൻ ശക്തികളും ഒറ്റക്കെട്ടായി അണിനിരന്നു. അതിൻ്റെതായ ഫലവും ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് ഈ തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന ഭരണാധികാരികൾ ജനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കടപ്പെട്ട ഭരണാധികാരികൾ അവരുടെ ചുമതലയിൽ വീഴ്ച വരുത്തുമ്പോൾ അവരെ തിരുത്താൻ ഒരു തിരുത്തൽ ശക്തിയായി വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി കാണാൻ. ഏതായാലും നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2009 തങ്ങൾ മരിച്ചു. 2011 അക്ഷരാകരം എന്ന പേരിൽ SSLC +2 വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ഞങ്ങൾ ആരംഭിച്ചു. അതിന്റെ അന്നത്തെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ബഹുമാനനായ ശ്രീ VM സുധീരനായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്.
കാണുകയാണ്.